ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, ഉണ്ണി അവിടുന്ന് ഒച്ച ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനേ തിണ്ണയിലിരുന്നാണ് ഇൻട്രോ എടുക്കുന്നത്. ആദൂട്ടി ഉള്ളിൽ കിടക്കുവാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റത്തില്ല, ഭയങ്കര മഴ. ഇതേ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കുട്ടനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ചാറി നിൽക്കുവാണ്. ആദൂട്ടിക്കാണെങ്കിൽ ഒരു ഇച്ചിരി തണുപ്പ് അടിച്ചാൽ മതി, അന്നേരം ജലദോഷം തുടങ്ങും. ഉണ്ണിക്കുട്ടനാണെങ്കിൽ കുരുത്തക്കേടാണ് കേട്ടോ. ഒന്നൊരെണ്ണം ഉണ്ണിക്കുട്ടൻ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീടും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും. നാളത്തെ വീഡിയോയിൽ എല്ലാവരെയും കാണിച്ചൊക്കെ തരാം കേട്ടോ. ഇന്നിപ്പോൾ ചെറുതായിട്ട് വന്നതിൻ്റെ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മൾ വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിലാണെന്ന് സംശയമുള്ളവർക്ക് വഴിയും കാണിച്ചു തരാം. അല്ലേ ഉണ്ണി? അതെ, കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇനി ഒളിച്ച് താമസിക്കുമെന്ന് പറഞ്ഞവർ എന്ത് ചെയ്യും ഉണ്ണിക്കുട്ട? എന്ത് ചെയ്യാനാ, നമ്മള് എനിക്ക് വൈത്തിരിയൊക്കെ ഒന്ന് ചുമ്മാ പോയിട്ടൊക്കെ വരണം. വൈത്തിരി ഒക്കെ പോണം. അതെ, അപ്പൊ ഞങ്ങൾ വൈത്തിരിയിലൊന്ന് പോണം, പുതിയ വൈത്തിരിയിലൊന്ന് പോണം. അതെ, അപ്പൊ ഞങ്ങൾ ഒളിച്ച് താമസിക്കുമെന്ന് പറഞ്ഞവർക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് കയറുന്നതിന്റെ വഴിയാണ്, വീടിന്റെ അങ്ങോട്ട് കയറുന്നതിന്റെ വഴിയാണ്. അപ്പൊ ഇതിപ്പോ അറിയാതിരിക്കുകയല്ലോ. എന്തായാലും അട്ടപ്പാടിയിൽ എന്തായാലും ഇത്ര മൂടിക്കെട്ടിയ സ്ഥലങ്ങളൊന്നുമില്ല, അല്ലേ ഉണ്ണിമോനെ? അപ്പൊ അതെ, ഇത്രയും ചെടികളൊക്കെ. അപ്പം ഞങ്ങൾ ആദൂട്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഓണാവധിക്ക് വന്നതാണ്. ഞങ്ങളുടെ മഴയായിട്ട് ക്ഷീണമാണ് കേട്ടോ. റോക്കിക്ക് മഴയായിട്ട് ക്ഷീണം. നീ ആരെ പട്ടിന്ന് വിളിച്ചത്? റോക്കീനെ പോട പട്ടിന്ന്. അപ്പം വീഡിയോയിലേക്ക് എന്താ കൂടിയോ? അപ്പം ആദൂട്ടി അവിടെ ഉണ്ട് കേട്ടോ. ആദൂട്ടിനെ കാണിച്ചു തരാം. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. അത് ഒത്തിരി തണുപ്പായതുകൊണ്ട് നമുക്ക് ആദൂട്ടിനെ മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആദൂട്ടിനെ കാണിച്ചു തരും കേട്ടോ. ആദൂട്ടിനെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും വീഡിയോ നമ്മൾ ഇതാക്കുള്ളൂ. അപ്പം ചുമ്മാ നിന്നിട്ടൊരു ഇൻട്രോ എടുത്താണ് കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഈ മഴയൊന്നും മാറിയിട്ട് വേണം അമ്പലത്തിലൊക്കെ പോകാനുണ്ട് കേട്ടോ. മഴയൊന്നും മാറിയിട്ട് വേണം ആദൂട്ടിനെ കൊണ്ട് അമ്പലത്തിലും ഒക്കെ പോകാൻ. ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വീട്ടിൽ പോകണം. ഒക്കെ മഴ മാറിയിട്ടുള്ളൂ. മഴ മാറിയിട്ടുള്ളൂ കേട്ടോ. എന്തിന് കണ്ണിങ്ങോട്ട് വരും മുടി വെട്ടാൻ. ഓഹോ, അവനെ ഒരു റിലേഷനിൽപ്പെട്ടൊരു മോനവിടെ മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ അവനെ കാണാൻ പോവാന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ. അപ്പം ഉണ്ണിക്കുട്ടൻ പോയിട്ട് വരട്ടെ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഞാനേ ബെഡിൽ ഒരാളിവിടെ കിടത്തിയതാണ് കേട്ടോ. ആള് മൂടി പൊതിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ട് ആദൂട്ടി നിന്ന് ഇങ്ങനെയാണ് കിടത്തിയേക്കുന്നത്. അല്ലേ മോനെ? ഇങ്ങനെയാണ് കിടത്തിയേക്കുന്നത്. ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ ആദൂട്ടിനെ മാളിച്ചേച്ചി കൊണ്ടുപോയിട്ട് മൂടി ഇതാക്കിയതാണ്. പക്ഷേ ഇത് കണ്ടോ, പുതപ്പൊക്കെ ഇട്ടാണ് നന്നായിട്ട് വിരിയൊക്കെ വിരിച്ചാണ് കിടത്തിയത്. പക്ഷെ ആള് വിരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പൊന്നാ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് 3 മണിക്ക് ലൈവിൽ വരും അല്ലേ ഉണ്ണിക്കുട്ടാ? നമ്മൾ 3 മണിക്ക് ലൈവിൽ വരും. എന്ത് തുറക്കാൻ? ഉണ്ണിക്കുട്ടൻ എന്തോ ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ തുറക്കാനുണ്ടെന്ന്. എനിക്ക് തുറക്കാനില്ല, ഉണ്ണിക്കുട്ടൻ തുറക്കാനുണ്ട്. കരിവേപ്പില. ഉണ്ണി കരിവേപ്പില പറിക്കുക. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കരിവേപ്പില പറിക്കാൻ പോകും. അപ്പം മിറ്റത്ത് നോക്കാട്ടോ അതെവിടെയാണ്. ഇത് മിറ്റമാണ് കേട്ടോ. നല്ല അയ്യോ, തെന്നുവോ നിലമടിച്ച് പോകുമോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് വർത്താനം പറഞ്ഞ് മാത്രം വീഡിയോ എടുക്കാമെന്നാണ്. പക്ഷേ ആയോ, ഇതാണ് കേട്ടോ. ഇനി പറമ്പിലേക്കൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കണം, കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, മഴ നമ്മളെ ചതിച്ചു. നിൻ്റെ കാലം ഒടിക്കും ചെറുക്കാ. കരിയാ അപ്പുറത്തോടെ കയറിപ്പോടാ. വീഴാൻ പോയി. എന്നിട്ട് ഉണ്ണി വലിഞ്ഞു കയറി ഇത് എടുക്കാൻ പറ്റിയില്ല. അന്നേരത്തെ ഇന്ന് പോയി കരിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അത് ആത്തച്ചക്കയാണ്. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും അല്ലേ ഉണ്ണിക്കുട്ടാ? കക്കരിക്ക ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ചൊറിയണാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാം. പറമ്പിലേക്ക് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും, കുറച്ച് കാണിക്കാനൊക്കെ. നമുക്കിവിടെ തൊട്ടടുത്തടുത്ത് അട്ടപ്പാടിയിലെ പോലെ വീടുകളൊന്നും ഇല്ല കേട്ടോ. കാപ്പിയാണ്, കാപ്പിക്കുരു.
ഇവിടെ ഇത് വീടിൻ്റെ ബേക്ക് വശം കേട്ടോ, സൈഡ്. ആ അത് മതി അത് മതി. കരിവേപ്പില നമ്മൾ അട്ടപ്പാടിയിലെല്ലാം പൈസ കൊടുത്ത് വാങ്ങണം, അപ്പം ഇവിടെ എല്ലായിടും പറക്കണം. ഇത് അട്ടപ്പാടിയിലാണെങ്കിൽ 10 രൂപ. ഓക്കെ. ഉണ്ണിക്കുട്ടൻ അതിലെ ഇറങ്ങാൻ വേണ്ടി പോയിട്ടോ. എന്ത് ഇറങ്ങി, ഞാൻ പോവാ, മഴയാ, പെട്ടെന്ന് ഇറങ്ങിവാ. ആശയായി കിടക്കുവാണ് കേട്ടോ. ചേട്ടേ കറി വയ്ക്കുവാണ്. എന്താട്ടെ പീരയല്ലേ? പീര വയ്ക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ അടുക്കളയിൽ കയറ്റി എന്ന് എല്ലാവരും പരാതി പറയും. ഒന്നും ഒതുക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഒതുക്കുകയൊക്കെ ചെയ്യണം. അവനെ ഓടിച്ചത് ദേ പീര വയ്ക്കുന്നു. അമ്മ കേട്ടോ, അമ്മ മീൻ നന്നാക്കുന്നു. അമ്മ അറിയുന്നില്ലെന്ന് തോന്നുന്നു, എടുക്കുന്ന അറിയുന്നില്ലെന്ന് തോന്നുന്നു. അമ്മ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുവാണേ. ചേട്ടാ ഇവിടെ കറി വയ്ക്കുന്നു. മാളും അവിടെ ഉണ്ട്. മീൻ പീര നന്നാക്കിയില്ല, മീൻ നന്നാക്കിയില്ല. നന്നാക്കുന്നുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് അടുക്കളയിൽ കയറണ്ട, തൂക്കലും തുടക്കലൊക്കെ ഉള്ളൂ കേട്ടോ. ഇവരങ്ങ് കയറി അങ്ങ് ചെയ്യും. ഇതിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെയാണ് കേട്ടോ മൊത്തം നിരന്ന് കിടക്കുന്നത്. ഇതെല്ലാം കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടുക്കള ക്ലീൻ ആക്കണേ. പോകുവാണ്. മീൻ വെട്ടുന്നത് നോക്കിയിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ എല്ലാവരും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ മാത്രമില്ല, അച്ഛൻ എപ്പോഴേലും വീഡിയോയിൽ വരാം. അച്ഛനെ കൊണ്ടുവരാം. ഈ കൊഴുവയാണ് കിട്ടിയത്. കൊഴുവ കിള്ളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതാക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആദൂട്ടി കരയും, അതുകൊണ്ട് അമ്മ ചെയ്യുവാണ്. ആ കിളിമീനും ഉണ്ട് കേട്ടോ. അതെ അമ്മ എന്തെങ്കിലും നോക്കുന്നതിന് നടക്കും. അമ്മ മീൻ വെട്ടുന്നേരെ തിരക്കിലാണ്. അമ്മയ്ക്ക് കാട് വെട്ടണം പോലും. ബേക്ക് വശമാണ് ഇങ്ങനെയാണ്. ബേക്ക് വശം ഇങ്ങനെയാണ്. വീഡിയോ ബേക്ക് വശം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിലേക്ക് ഒന്നും ചെത്തി വൃത്തിയാക്കിയിട്ടില്ല എന്ന്. അമ്മയ്ക്ക് എല്ലാം ചെത്തി വൃത്തിയാക്കണം. മഴയാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. അമ്മയ്ക്ക് ഇപ്പോഴാണ് വീഡിയോ ആണ് മനസ്സിലായത്. അമ്മ ചിരിക്കുന്നുണ്ട്. എന്താടി അത് പിന്നെ കാണിച്ചാൽ പോലെ, അത് പിന്നെ നാളത്തേക്ക് കാണിക്കാം. അപ്പോൾ അവിടെ പുളി ഉണങ്ങാനിട്ട് അത് പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 10 മിനിറ്റ് എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പാടായിരിക്കും, വൈഫൈ ഇല്ലാത്തതുകൊണ്ട് പാടായിരിക്കുമേ. ഇനി മാളൂസിന് നോക്കാം നമുക്ക്. തീ ഊതാൻ പറ്റുമോ നിങ്ങൾക്ക്? കഞ്ഞി എന്തോ നോക്കാനാ? നോക്കട്ടെ. അമ്മ ചോറ് എന്തോ നോക്കാൻ പറഞ്ഞു. ഒത്തിരി വേവിച്ച് കളയണ്ട എന്ന് പറഞ്ഞു. ഇതല്ലേ പാരച്ചൂട്ട് വയ്ക്കുന്നത്? അയ്യാ വെന്തോ? അരി കൂട്ടിട്ട് കേട്ടോ. എവിടെ പോവാ? നമുക്ക് ഇവിടെ മാത്രം, ഇത് മാത്രം ടൈൽ കേട്ടോ. അതുട്ടിക്കന്ന് പൊടി അടിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാള് മാത്രം ടൈലാക്കി കേട്ടോ. ബാക്കി ഇതൊക്കെ കണ്ടില്ലേ മൊത്തത്തിൽ നാശകോശമായി കിടക്കുവാണ്. എപ്പോഴേലൊക്കെ റെഡി ആവുകയാണെങ്കിൽ എല്ലാം റെഡിയാക്കണം അല്ലേടേ. ഇത് മൊത്തം ഇങ്ങനെയായി കിടക്കുവാണ്. റൂം മൊത്തം റെഡ് ഔട്ട് സൈഡാണ് കേട്ടോ. ഈ ഹാളും നമ്മുടെ വീട് ഞാൻ അതുകൂട്ടി എടുക്കണമുണ്ട്. വീട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാനൊരു ദിവസം നമുക്ക് ഇതെടുക്കാം, ഹോം ടൂർ എടുക്കാം കേട്ടോ. അന്നേരം കാണിച്ചു തരാവേ. ഹോം ടൂർ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് ആദൂട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് വീട് വെച്ചില്ലേ നമ്മൾ? ആദൂട്ടി ഉണ്ടാകുന്നതിൻ്റെ നമ്മൾ വീട് വെച്ചിട്ട് 10-15 കൊല്ലമായിട്ടോ. ആദൂട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ വീട് വെച്ചായിരുന്നു. 15 കൊല്ലം 15 കൊല്ലമായിട്ടെ. എന്തായാലും 10-13 കൊല്ലമായിട്ടുണ്ട് കേട്ടോ വീട് വെച്ചിട്ട്. അപ്പോൾ ഞാനിതാണ് ആഗ്രഹിച്ചത്, എല്ലാവരും കൂടി കൂടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ നമ്മുടെ മാളുവിനെ ആരും കണ്ടില്ലല്ലോ അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും കാണൽ കണക്കാം. അവൻ്റെ റൂമിലാണ്. മാളൂസ് എവിടെയുണ്ട്? മാളൂസിൻ്റെ റൂം നാശമായി കിടക്കും. അമ്മയെ വേണ്ടാന്ന്. മാളൂൻ്റെ ചിത്രരചനയൊക്കെയാണ് കേട്ടോ ഇത്. റൂമെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ വന്നല്ലേ ഉള്ളൂ. അപ്പം മാളൂൻ്റെ റൂമൊക്കെ നാശമായി കിടക്കുവാണ് കേട്ടോ. മാളൂസിൻ്റെ റൂമല്ല, എല്ലാ റൂമും നാശമായി കിടക്കുവാണ്. കാരണം അവിടെ താമസിക്കുന്നില്ലല്ലോ ആരും. അപ്പം അവിടെയുണ്ട് ചിത്രരചന. മാളു ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. മാളു ഇവിടെ ഇരിപ്പുണ്ട്.
മാളു എന്നോട് പറഞ്ഞു അമ്മേ റൂമെന്ന്. മാളുവിനെ വൃത്തിയില്ലാത്തതുകൊണ്ട് കാണിക്കാനൊരു മടി. അങ്ങനെ അപ്പം ഞാൻ ഹോം ടൂർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഹോം ടൂർ ചെയ്ത് കാണിക്കാം എല്ലാവരെയും. ഒരു മീൻ വെട്ടുന്നതിൻ്റെ വർത്താനം പറയും രണ്ടുപേരും കൂടി. ഞങ്ങൾ പറയുന്നേ ഇല്ലിക്കൂമ്പ് തോരൻ വെക്കുകയല്ലേ. ഇവിടെ ഇല്ലിക്കൂമ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പോയി നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞത്. വേറെ കാട്ടിൽ പോയാലോ? അമ്മ പറഞ്ഞേ നിങ്ങൾ വരുമ്പോഴത്തേ ഞാൻ പോയി നോക്കി കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് കേട്ടോ. മഴയാണ്, മഴ. അതേ വെള്ളം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അരിക്കൂണുണ്ടായില്ലേ ഇപ്രാവശ്യം? ഓണാകുമ്പത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ? ഓണാകുമ്പത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ? ആ പുളിയുണ്ടോ? പറിക്കാനുണ്ടോ പുളി? ഇത് പുളി ഉണങ്ങാനിടുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നാളത്തെ വീഡിയോയിൽ. പുളി വൈകുന്നേരം എടുക്കുന്ന വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചു തരാം. ചെടികളും പട്ടിക്കുഞ്ഞും എല്ലാം കാണിച്ചു തരാം. ഇപ്പം പറ്റത്തില്ല. വീഡിയോ എടുത്തിട്ടേ പകുതി വെച്ച് നിർത്തേണ്ടി വന്നു കേട്ടോ. ഭയങ്കര മഴയാണ്. എനിക്കറിയത്തില്ല ലൈവ് വരാൻ പറ്റുമോന്നൊന്നും അറിയില്ല. ലൈവ് വരണമെന്ന് വിചാരിച്ചായിരിക്കുന്നത്, പക്ഷെ പറ്റുമോന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഭയങ്കര മഴയാണേ. ഇതേട്ടോ വീട്ടിലേക്ക് കയറി വരുന്ന വഴി. ഒരാൾ വന്ന് വഴി പകുതി വരെ കാണിച്ചതില്ലേ, ബാക്കി നാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആദൂട്ടിനെ ഇന്ന് ആരും കണ്ടില്ലല്ലോ. ഇതേട്ടോ ആദൂട്ടി കണ്ടോ? ആദൂട്ടിനെ കണ്ടോ? ആ വീഡിയോ ഒന്നെടുത്ത് കാത്തി പിടിച്ച് മളുവിനോട് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും കേട്ടോ. ബൈ ബൈ.